ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നല്ലൊരു സൺഡേ ആയിട്ട് ഞാൻ എണീറ്റ് ടൈം വേണ്ട. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമാണ്. ഇന്ന് പള്ളിയിൽ അച്ഛനുള്ള ഫുഡ് ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത്. നോൺ വെജ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെജിറ്റേറിയൻ വെച്ചിട്ടൊരു സ്പെഷ്യലൊക്കെ അങ്ങോട്ട് കാച്ചാം. സാമ്പാറിനും ബീട്രൂട്ടിനും വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സ്റ്റൗവിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയാണ്. സാമ്പാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിയായിട്ട് കൊടുത്തു വിടുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് എനിക്കൊന്നും അറിയാൻ വേണ്ടി വെറുതെ വന്ന് നോക്കിയതാണ്. അപ്പോൾ ആൾ എവിടെ കണ്ണും തുറന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ അവളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു പണി നടക്കില്ല. അടുത്ത കറി എന്ന് പറയുന്നത് നമുക്ക് സോയാബീനാണ്. സോയാബീൻ ചിക്കൻ മസാല, മുളക് പൊടി അതൊക്കെ ഇട്ട് നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എണ്ണയിൽ നമുക്കത് വറുത്തെടുക്കാം. രാവിലെ തന്നെ നല്ല മഴയാട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു അന്നൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ വിചാരിച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. അത് കുടിച്ചപ്പോൾ നല്ല ഉഷാറായി. അപ്പോൾ എല്ലാ സോയാബീനും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തക്കാളി എല്ലാം ഇട്ട് വഴറ്റി നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ നമുക്ക് കറി ഉണ്ടാക്കാം. ചിക്കന് പകരം നമ്മൾ ഈ സോയാബീനാണ് ഇടുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏകദേശം നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പാക്കിംഗ് ജോലി ഏട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് നോക്കിയാലോ. നമുക്ക് സോയാബീൻ കറി ആയിട്ടുണ്ട്, പിന്നെ സാമ്പാർ, ബീട്രൂട്ട് ഉപ്പേരി, പപ്പടം, പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടി അരച്ചു. മാങ്ങ ചമ്മന്തിയാണ്, ഉപ്പിലിട്ട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ ചമ്മന്തി അരച്ചു. പിന്നെ നമ്മുടെ മാങ്ങച്ചാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.